13-ാം നാൾ രക്ഷാദൗത്യം പൊടുന്നനെ അവസാനിപ്പിച്ച് താൽക്കാലികമായി എല്ലാവരും ഷിരൂരിൽ നിന്ന് തിരികെ വരുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ്? എന്ന് രക്ഷാപ്രവർത്തനം ഇനി തുടരും, അഥവാ ഇനി തുടരുമെന്ന് പറയുന്നത് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം മാത്രമാണോ? ഇടിഞ്ഞ മണ്ണിനോളം പോന്ന പരിമിതികളുടെ ന്യായീകരണമാണോ നമ്മുടെ മുന്നിലുള്ളത്? ഷിരൂരിൽ നിന്ന് ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും ചേരുന്നു തത്സമയം. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക്. മുബഷിർ പി അക്ബർ, ഏറ്റവും ഒടുവിലത്തെ IB-യിൽ നടന്ന ഉന്നതതല യോഗത്തിൽ മുബഷിർ പി ആണ് MLA വിശദീകരിച്ചത് കേട്ടത്. എന്താണ് മുബഷിർ പി അക്ബർ മനസ്സിലാവുന്നത്? താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന മട്ടിൽ സാവധാനം ഈ രക്ഷാദൗത്യം അവസാനിക്കുകയാണോ? ഇപ്പോൾ നിലവിൽ മുബഷിർ പി അക്ബർ ചേരും. അതിനു മുൻപ് ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ച് അനാഥമാക്കപ്പെട്ട ദുരന്തഭൂമിയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ദീപക് മലയമ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെത്തണം. അത് എത്തിയാലും ചില സാങ്കേതിക പരിശോധന നടത്തണം. ഗംഗാവാലി പുഴയിലെ വെള്ളം തെളിയണം. അങ്ങനെ 100 കൂട്ടം പരിമിതികളും സാഹചര്യങ്ങളും ഉപാധികളുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ. താൽക്കാലികം എന്ന മട്ടിൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിക്കുകയാണോ ദീപക്? അരുൺകുമാർ, ഈ രക്ഷാപ്രവർത്തനം അവസാനിച്ചു, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഉള്ള നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായ ബോധ്യം കിട്ടും. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഈശ്വർ മാൽപേ ആ മേഖലയിലേക്ക് എത്താൻ താമസമെടുക്കുന്നത് നമ്മൾ കണ്ടു. വന്നിട്ട് അദ്ദേഹം ആ നദിയിലേക്ക് ഇറങ്ങുന്നതിന് വലിയ തരത്തിൽ താമസമെടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ഘട്ടത്തിൽ അവിടെ ഒരു മാരത്തോൺ ചർച്ച ആ ദുരന്ത ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ തന്നെ ഏറെക്കുറെ ഈ കാര്യം വ്യക്തമായിരുന്നു. ഇന്നത്തെ ദിനത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കർണാടകയിലെ ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തത ആ സമയത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ സതീഷ് സൈലിയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം ചില സൂചനകൾ അത്തരത്തിൽ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം നൽകിയ ഒരു കണക്ക് നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ ബാർജ് കൊണ്ടുവരാനുള്ള തടസ്സങ്ങളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അത് 2 ബ്രിഡ്ജുകളുണ്ട്. ആ ബ്രിഡ്ജുകൾ കടന്ന് അതുവഴി വലിയ എക്യുപ്മെന്റ് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഇന്ന് ഉച്ചവരെ ഈശ്വറിനെ ആ ഒരു നദിയിൽ ഇറക്കുകയും അവിടെ 2 തവണ ഡൈവ് ചെയ്യിപ്പിക്കുകയും ചെയ്തത് പോലും കൃത്യമായി പറഞ്ഞാൽ ദൃശ്യങ്ങൾ പകർത്താൻ ഉള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം പതിവില്ലാതെ ഇന്ന് രാവിലെ 9 മണിക്ക് മാധ്യമങ്ങൾക്ക് ആ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂറോളം സമയം അവിടെ നമ്മളെ അനുവദിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി പകർത്തപ്പെടുന്നു. അത് നമ്മൾ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് സതീഷ് തേലി അടക്കമുള്ള നമ്മുടെ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. അവർ അവിടെ നിന്ന് ആ സമയത്തെടുത്ത തീരുമാനം എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാനത്തിന്റെ ആവശ്യം ഇതാണ്, അത് ഉന്നയിച്ചിട്ടുണ്ട്, ആ നിലയ്ക്ക് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. തൊട്ട് പിന്നാലെ തന്നെ സംസാരിക്കുന്നത് സതീഷ് കൃഷ്ണ സേലിയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ചില പരിമിതികളുണ്ട്, എന്നാൽ പോലും ദൗത്യം തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണ് ചോദിച്ചത്, മിഷൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചത് ഞാനാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മുഖം കൊണ്ട് എൻ്റെ അടുത്തേക്ക് നോക്കിയതിന് ശേഷം അയ്യാ എന്നുള്ള മറുപടി മാത്രം പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഏതാണ്ട് 3 മണിയോടുകൂടി ആ മേഖലയിലേക്ക് എത്തുന്നത് കളക്ടർക്ക് മാധ്യമങ്ങളെ കാണണം എന്നറിയിച്ചത് കൊണ്ടാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ഈ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘം കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഡിങ്കി ബോട്ടുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കളക്ടറും ഒപ്പം തന്നെ സതീഷ് കൃഷ്ണസേലിയും മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുന്നത് നദിയിലെ കുത്തൊഴുക്ക് വലിയ രീതിയിലുള്ളതാണ്. കുത്തൊഴുക്ക് ഇന്നലെയോ ഇന്നോ വലിയ രീതിയിലായതല്ല. ഈ ദൗത്യം തുടങ്ങിയത് മുതൽ ആ കുത്തൊഴുക്കുണ്ട്. ആ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഈശ്വർ ചില പോരാട്ടങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് നദിയിൽ വലിയ കുത്തൊഴുക്കുണ്ട് എന്നുള്ള മറുപടി പറയുന്നത്. ഒപ്പം തന്നെ സീറോ വിസിബിലിറ്റിയാണ് എന്ന് നേവി നേരത്തെ തന്നെ പറഞ്ഞ കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കുന്നു. ഇനി വേണ്ടത് തൃശ്ശൂരിൽ നിന്ന് ബാർജ് എത്തിക്കേണ്ടതുണ്ട്. അത് വാഹനമാർഗമാണ് എത്തിക്കേണ്ടത്. അതിന് ചില കൺസെന്റ് സർക്കാരിന്റെ ഭാഗത്ത്
നിന്ന് കിട്ടേണ്ടതുണ്ട്, 4 ദിവസം എടുക്കും എന്നുള്ള മറുപടി അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ വലിയ പ്രതികരണങ്ങൾ വിജിൻ MLA-യുടെ ഭാഗത്തു നിന്നും രാജഗോപാൽ MLA-യുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നു. പിന്നാലെ തന്നെയാണ് കർണാടകയിലെ ഫിഷറീസ് മന്ത്രി, ഉത്തര കന്നഡയുടെ ചാർജുള്ള മന്ത്രി ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്നത്. ഈ NDRF-ന്റെ ഒക്കെ ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന ആ ദേവസ്ഥാനം ഉൾപ്പെടുന്ന ആ മേഖലയിലേക്ക് എത്തുന്നത്. അദ്ദേഹം അപ്പോൾ നടത്തിയത് പ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഗോഡ്സ് ഗ്രേസ് ഉണ്ടെങ്കിൽ ദൗത്യം നടക്കും എന്നുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത്. ദൗത്യം നിർത്തിയിട്ടില്ല എന്ന് അദ്ദേഹം താൽക്കാലികമായി പറയുകയും അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരികെ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. ആ സമയം വരെ IB-യിൽ യോഗം ഉണ്ടായിട്ട് പോലും വിജിൻ MLA-ക്കോ അല്ലെങ്കിൽ രാജഗോപാൽ MLA-ക്കോ കേരളത്തിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അതിലേക്ക് പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ അടുത്ത് സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു IB-യിലേക്ക് പോകാം, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. വൈകിട്ട് ഏതാണ്ട് 6 മണി 6:30യോടുകൂടി ആ യോഗം IB-യിൽ ചേരുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് എന്താണ്? ആദ്യം ഘട്ടത്തിൽ തന്നെ സതീഷ് കൃഷ്ണ സൈലി വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ദൗത്യം തുടരും, പക്ഷേ പുഴയിൽ ഇത്തരത്തിൽ കുത്തൊഴുക്കുണ്ട്, വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ദൗത്യം പക്ഷേ നമ്മൾ തുടരും. അപ്പോഴും വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നദിയിലെ തിരച്ചിൽ തുടരുമോ? നദിയിലെ തിരച്ചിൽ പക്ഷേ ഇപ്പോൾ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ തെരച്ചിൽ നടക്കേണ്ട ഇടമെന്ന് പറയുന്നത് ആ നദിയിൽ ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ ദീപകിലേക്ക് എത്താം. ദീപക, ഇന്ന് പുഴയിൽ ഇറങ്ങിയതേ ഇല്ലല്ലോ, ബോട്ടിൽ സഞ്ചരിച്ചു എന്നതിനും അപ്പുറം മറ്റൊരു ഡൈവിംഗും ഇന്ന് സാധ്യമായില്ലല്ലോ അല്ലേ? അല്ല, ഇന്ന് 2 ഡൈവ് നടന്നിട്ടുണ്ട് എന്നാണ് ഈശ്വർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പുഴയിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുന്നത് CP3 എന്ന ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ 110 മീറ്റേഴ്സ് വരുന്ന ഒരു മേഖലയുണ്ടല്ലോ, ആ മരത്തടിയൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ മേഖലയിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഉറപ്പിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അരയ്ക്കൊപ്പം വെള്ളം മാത്രമാണ് ആ മേഖലയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഞാൻ ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് താഴെ തട്ടിലേക്ക് പോയിരുന്നു. അവിടെ പോയപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ഭാഗമാണ് കിട്ടിയത്. ഒരു ഘട്ടത്തിൽ ഞാൻ കരുതി അത് വാഹനത്തിന്റെ ഭാഗമാണെന്ന്. അങ്ങനെ ഒന്നുകൂടി തപ്പി നോക്കി, പക്ഷെ പിന്നീട് ബോധ്യപ്പെട്ടു അതിന്റെ വേരുകൾ ഉൾപ്പെടെ കണ്ടു, അതിൽ കാല് കുടുങ്ങി. കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് കനത്ത മഴ ഇന്ന് പെയ്തിരുന്നോ? വെള്ളത്തിന്റെ ഒഴുക്ക് ഇന്നലത്തെ അപേക്ഷിച്ച് കൂടിയിരുന്നു? വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുകളിൽ തട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അടിയൊഴുക്ക് കൂടുതലായി തന്നെ ഉണ്ട് എന്ന് ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ 1-2 തവണ പതിവ് പോലെയുള്ള ശക്തമായ മഴയുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ അത് തോർന്നു പോവുകയായിരുന്നു. ഇന്നലെയും ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് എത്തിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയാവുകയാണ്. ആ ഒരാഴ്ചക്കകത്ത് ഇന്നലെയും ഇന്നുമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ആ നദിയിൽ വളരെ വ്യക്തമായി ദീപക കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ബോധ്യമായി. ഇത് കേരള കർണാടക അന്തർ സംസ്ഥാന തർക്കമാകേണ്ട വിഷയമല്ല. ഇത് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ വെല്ലുവിളികൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ തോറ്റുമടങ്ങുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനവുമുണ്ട്. അതെന്തു തന്നെയാണെങ്കിലും ഈ തെരച്ചിൽ ഇപ്പോൾ നിർത്തേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം.